യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിന് സീറ്റ് നിഷേധിച്ചു. രാജിക്കൊരുങ്ങുകയാണ് ജില്ലാ പ്രസിഡന്റ്. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ച ക്രൂരമായ മർദ്ദനത്തെക്കാൾ വേദനയാണ് തനിക്കെതിരെയുള്ള നേതൃത്വത്തിന്റെ നിലപാടെന്ന് പ്രവീണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തോട്ടപ്പള്ളി മത്സ്യത്തൊഴിലാളി കുടുംബാംഗമാണ് MV പ്രവീൺ. ആലപ്പുഴയിലെ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജി, ജില്ലാ പ്രസിഡന്റ് രാജിക്കൊരുങ്ങുന്നു, വലിയ തർക്കം. എന്തൊക്കെ ആലപ്പുഴയിലെ വിവരങ്ങൾ? തീർച്ചയായിട്ടും അജിംഷാദ്, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് ഇപ്പോൾ രാജിക്കൊരുങ്ങുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന് വേണ്ടിയും കോൺഗ്രസിന് വേണ്ടിയും ഒക്കെ സമരം നടത്തി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ക്രൂരമായ മർദ്ദനത്തിനിരയായ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലിട്ടേക്കുന്നത്. പോലീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ക്രൂര മർദ്ദനത്തെക്കാൾ വേദനയാണ് ഇപ്പോൾ പാർട്ടി തന്നോട് കാണിച്ച ഈ സീറ്റ് നിഷേധം എന്നാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ പ്രവീണിനെ അനുകൂലിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഒട്ടനവധി ആളുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു. എന്തായാലും താൻ രാജിവെച്ച് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്നൊരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അല്പസമയത്തിനകം അതിനൊരു സ്ഥിരീകരണം ഉണ്ടാകും. എന്തായാലും നിലവിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലാണ്, അമ്പലപ്പുഴയിലാണ് ഇദ്ദേഹം മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കഴിഞ്ഞ 2 തവണ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ആൾ തന്നെ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്നു. അവിടെ ഒരു മാറ്റം വരുത്തണം, തന്നെ മത്സരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമാണ് പ്രവീൺ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിനെ KC വേണുഗോപാൽ വിഭാഗമാണ് ഒറ്റക്കെട്ടായി എതിർത്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇദ്ദേഹം, അതായത് ജില്ലാ പ്രസിഡന്റ് നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണെങ്കിൽ പോലും രമേശ് ചെന്നിത്തലയുടെ അടുത്ത കക്ഷിയാണ്, രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പുകാരനാണ്. അങ്ങനെ ഗ്രൂപ്പ് സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പുറത്താക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇയാൾക്ക് സീറ്റ് നിഷേധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആലപ്പുഴ ജില്ലയിൽ നേരത്തെ KSU ജില്ലാ പ്രസിഡന്റിന് സീറ്റ് നിഷേധിച്ചിരുന്നു. അയാൾക്ക് 2-3 ദിവസം മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വാർഡിൽ പ്രചരണം നടത്തിയതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഇയാളെ മാറി നിൽക്കാൻ നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. ഇങ്ങനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ നിലപാട് ഗ്രൂപ്പ് സമവാക്യത്തിലൂടെ പോകുന്ന ആ ഒരു നിലപാടിൽ കൃത്യമായിട്ട് യോഗ്യരായിട്ടുള്ളവർക്ക് സീറ്റ് ലഭിക്കുന്നില്ല. അത്തരത്തിൽ അവരുടെ ഒരു പ്രതിഷേധമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന് വേണ്ടി നിരന്തരം തല്ലുവാങ്ങിച്ച ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ സീറ്റ് പാർട്ടി തീർച്ചയായും തല്ലുവാങ്ങിയവർക്കും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്കും ഒന്നും കോൺഗ്രസിൽ സ്ഥാനമില്ല. അതുപോലെ തന്നെയാണ് BJPയിലും. അത് ആലപ്പുഴയെന്നോ തിരുവനന്തപുരമെന്നോ കൊല്ലമെന്നോ കോട്ടയമെന്നോ വ്യത്യാസമില്ല, വടക്കും തെക്കും വ്യത്യാസമില്ലാതെ കോൺഗ്രസിനുള്ള ആരോപണങ്ങൾ ആ അർത്ഥത്തിൽ വരികയാണ്. സീറ്റ് നിഷേധിക്കപ്പെടുന്നത് കൊണ്ട് സ്വാഭാവികമായി ഭിന്നതകൾ ഉണ്ടാകുന്നു, വിമതന്മാർ ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൽ ഇപ്പോൾ കാണുന്നത് വളരെ ഗൗരവമായ ചില വിഷയമാണ്. പണം ഉള്ളതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നു, ഇല്ലെങ്കിൽ ഇല്ല. പാർട്ടിക്ക് വേണ്ടി അടികൊണ്ടവർ അടക്കം നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് പോലും സാധാരണ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് സീറ്റ് നിഷേധിക്കുന്നു കോൺഗ്രസ് എന്ന വലിയ വിമർശനവും വിമതപ്രവൃത്തിയും രാജിയുമൊക്കെയാണ് കേരളത്തിൽ ആകമാനം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി കാണുന്നത്. അതാണ് ആലപ്പുഴയും സ്ഥിതി വ്യത്യസ്തമല്ല.